കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. കുട്ടികൾ വേണോ അല്ലേ? അത് ഇരട്ട കുട്ടികൾ തന്നെ വേണോ അല്ലേ? ഊർമിളെ, എന്ത് തോന്നിയ ദിവസം നീ കാണിക്കുന്നേ? അജയൻ എന്റെ പിന്നാലെ നടക്കുന്നല്ലാതെ വേറെ ഒരു പണിയില്ലേ. ഞാൻ എന്ത് ചെയ്താലും പിന്നാലെ കൂടുമല്ലോ. അത് കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ചെയ്യേണ്ടതായിരുന്നു. എങ്കിൽ നീ ഇത്രയേറെ ദുഷ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടില്ലായിരുന്നു. സന്താന ലബ്ധിക്ക് വേണ്ടി ദേവനും ഭാര്യ എത്ര ആഗ്രഹത്തോടെ കെട്ടിയ തൊട്ടിലാ അത്. എന്നിട്ട് നീ എത്ര നിസ്സാരമായിട്ട് അത് പറിച്ചു കളഞ്ഞത്. മനസാക്ഷിയില്ലാത്ത മൃഗം. എന്തിനാ നീ ഇത് വലിച്ചെടുത്തത്? അങ്ങനെ എന്താ നിന്റെ മനസ്സിലിരിപ്പ്? എന്റെ അനുജന് കുട്ടികൾ ഉണ്ടാവരുതെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അതെങ്കിലോ എന്റെ ആഗ്രഹം അത് തന്നെയാ. അതിലെന്താ തെറ്റ് പറയ്. ആണെങ്കിൽ അജയൻ എന്ത് ചെയ്യും? എന്ത് ധൈര്യം എന്റെ കരണത്തിട്ട് അടിക്കുന്നോ? ഇനി ഒരു അക്ഷരം വേണ്ടിയ കൊന്നു കളയും ഞാൻ. ഇങ്ങനൊരു വൃത്തികെട്ട മനസ്സും വേണ്ടാത്ത ചിന്തകളും ഉള്ളതുകൊണ്ടാ ദൈവം നിനക്ക് കുഞ്ഞിനെ തരാത്തത്. എനിക്ക് കുട്ടികൾ ഉണ്ടാവാത്തത് എന്റെ കർമ്മഫലം കൊണ്ടൊന്നും അല്ലല്ലോ. നിനക്ക് ഈ കസേരയിൽ അനങ്ങാൻ പറ്റാത്തതുകൊണ്ടല്ലേ? ശരിയാ, നിന്റെ കഴുത്തിൽ താലി കെട്ടിയ പാപത്തിന് ദൈവം എനിക്കെന്ന ശിക്ഷയാ അത്. ദേവൻ ആരാ? എന്റെ അനുജൻ, എന്റെ സ്വന്തം ചോര. അവന്റെ മക്കൾ നമ്മുടെ മക്കളെ പോലെ തന്നെയല്ലേ? എങ്ങനെ? അനാഥയ്ക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞുങ്ങള് എന്റെ മക്കൾ എങ്ങനെയാകുന്ന അജയ? പോകരുത്. ഇനി വൈദേഹി അനാഥ എന്ന് വിളിച്ചാ നിന്റെ വായിൽ പല്ല് കാണില്ല. അനാഥ എന്നല്ലാതെ മറ്റെന്താ വിളിക്കേണ്ടത്? എവിടെയോ അമ്പലത്തിന്റെ വാതിക്ക് കിടന്ന ഒരു കൊച്ചിനെ കൊണ്ടുവന്ന് വളർത്തിയ സ്വന്തം കുഞ്ഞിനെ പോലെ ആവോ അത്? അനാഥ തന്നെയാ. എവിടെ ജനിച്ചോ ആർക്ക് ജനിച്ചോ എന്നുള്ളതിലൊന്നും ഒരു കാര്യമില്ല. ഇപ്പൊ എവിടെയാണ് ആരുടെ കൂടെ ഉള്ളതെന്നാണ് നോക്കേണ്ടത്. അവൾ ഇന്ന് കൊട്ടാരം വീട്ടിലെ മരുമകളും ദേവന്റെ ഭാര്യയും മാത്രമല്ല, കുറേയേറെ മനുഷ്യരുടെ മനസ്സിൽ നല്ലൊരു സ്ഥാനവും നേടിയ ഒരു വ്യക്തിയും കൂടിയാ. അവൾ ഒരിക്കലും ഒരു അനാഥയല്ല. ഇനി നീ ആ വാക്കുച്ചരിച്ച വിവരം അറിയൂ ഊർമിളെ. അനാഥ. മരത്തേൽ എന്തിനാ അനാഥയെന്ന് കോറിയിടുന്നേ? നമുക്ക് പ്രയോജനപ്പെടാൻ സാധ്യതയുണ്ട്. വാ ചോദിക്കാം. എന്തുപറ്റി? എന്തിനാ മരത്തി അനാഥയെന്ന് കോറിയിടുന്നത്? ആരെ ഉദ്ദേശിച്ചാ അത് എഴുതിയേ? ഞങ്ങളൊരു അനാഥ പെൺകുട്ടിയെ തിരഞ്ഞു നടക്കുക. ചിലപ്പോ ഞങ്ങള് തിരയുന്നതും ഈ കുട്ടിയെ തന്നെ ആണെങ്കിലോ? ഞങ്ങള് കൊണ്ടുപോയിക്കോളാം. ആരെക്കുറിച്ചായി എഴുതുന്നേ? ഞാൻ തന്നെയാ. സത്യാണോ? നിങ്ങൾ അനാഥയാ? എവിടുന്ന് കിട്ടിയതാ? ആരുടെ കയ്യിലാ കിട്ടിയേ? ആരാ വളർത്തി വലുതാക്കിയേ? ആര് വളർത്തി വലുതാക്കിയാൽ എന്താ?
നിങ്ങൾക്ക് വേണ്ടത് ഒരു അനാഥയല്ലേ? ദേ എന്നെ പിടിച്ചോണ്ട് പോയിക്കോ. എവിടെ കൊണ്ടുപോകുന്ന? കൊണ്ടുപോയി വല്ലവർക്കും വിൽക്കാനാണോ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത്. എന്തുദ്ദേശിച്ചു? എന്താ ഉദ്ദേശിച്ചത്? ഞാൻ അനാഥയാണെന്നോ? എന്നെ കണ്ടിട്ട് അനാഥയാണെന്ന് തോന്നുന്നുണ്ടോ? ഇവർക്ക് വട്ടാണെന്ന് തോന്നുന്നു. എനിക്ക് വട്ടാണെന്നോ? എനിക്ക് വട്ടാണോ? രക്ഷപ്പെട്ടു. അവർക്ക് വട്ട് തന്നെയാ. അനാഥയാന്ന് എഴുതി വെച്ചിട്ട് ചോദിച്ചപ്പോ ദേഷ്യപ്പെടാ. ഒരുപക്ഷെ നമ്മൾ തിരയുന്നത് ഇവളെ തന്നെയാണെങ്കിലോ? ഛേ, ആണെങ്കി ഇവിടൊക്കെ തന്നെ ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പൊ ഞാൻ അവരുടെ തോളെ കൈവച്ചപ്പോഴേ ഒരു തലമുടി എടുത്തായിരുന്നു. DNA ടെസ്റ്റില് കാര്യം അറിയാൻ പറ്റുമല്ലോ, ഇവരെയാണോ തിരയുന്നതെന്ന്. നീ മിടിക്കുകയാണല്ലോ. എന്നാ വാ. കഷ്ടമുണ്ടടി. ആരോ ഒരു ഭാര്യയും ഭർത്താവും പണ്ടെങ്ങോ കാണാതായ അവരുടെ കുഞ്ഞിനെയും തെരഞ്ഞു നടക്കുന്ന നീ കണ്ടായിരുന്നു? വാതിൽക്കെ വെച്ച് കണ്ടവരല്ലേ? നഷ്ടപ്പെട്ടത് വലിയ കുട്ടി വല്ലതും ആയിരുന്നെങ്കിൽ ഫോട്ടോ വെച്ചെങ്കിലും തേടി കണ്ടുപിടിക്കായിരുന്നു. ഇതിപ്പോ കൊച്ചു കുഞ്ഞായിരുന്നപ്പോഴല്ലേ? 20 വർഷം മുമ്പ് നഷ്ടപ്പെട്ട കുഞ്ഞിനെയാ അവരന്ന് കളഞ്ഞിട്ട് ഇന്ന് തപ്പി നടക്കുന്നേ. അന്ന് ആ പൊടിക്കുഞ്ഞിനെ ആരാ എടുത്ത് വളർത്തിയെന്ന് ആർക്കറിയാം? ഇന്നിപ്പൊ തപ്പി നടന്നാൽ എങ്ങനെയും കിട്ടാൻ പോകുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. എന്താ പറഞ്ഞേ? എവിടെയാ അവര്? 20 വർഷം മുമ്പ് കളഞ്ഞ കുഞ്ഞിനെ തേടി ഇപ്പൊ അവര് വന്നെന്നോ? അതെ ചേച്ചി. ആ കുഞ്ഞിന്റെ അമ്മയും അച്ഛനാണോ അത്? എന്നാ തോന്നുന്നേ. കഷ്ടമുണ്ട്. 20 വർഷം മുമ്പ് കളഞ്ഞുപോയ കുഞ്ഞിനെ തിരക്കി അച്ഛനും അമ്മയും നടക്കുന്നുണ്ടപ്പോ കഷ്ടം തോന്നി. എന്നിട്ടിപ്പോ അവര് രണ്ടുപേരും എവിടെയാ? ആ ദുർഗാദേവിയുടെ സന്നിധിയില ഞങ്ങള് കണ്ട്. ഇവിടെ ഒരു ഭാര്യയും ഭർത്താവും നഷ്ടപ്പെട്ടു പോയി അവരുടെ കുഞ്ഞിനെ തപ്പി നടക്കുന്നത് നിങ്ങൾ കണ്ടായിരുന്നോ? ഞങ്ങള് കണ്ടില്ല. അവരിവിടുന്ന് പോയി കാണും. ദുർഗാദേവിയുടെ സന്നിധി തന്നെയെന്നല്ലേ പറഞ്ഞേ? അവരെ കൂടി വിളിച്ചോണ്ട് വന്നിരുന്നെങ്കിൽ കാര്യം അറിയായിരുന്നു. അയ്യോ, അവരെ അച്ഛനമ്മയും കണ്ടു കാണുമല്ലോ. അവരോട് ചോദിച്ചാ അവരെങ്ങനെ ഇരിക്കുന്നെങ്കിലും അറിയായിരുന്നു. ആ, അവരാരാ ഈശ്വര?
അവരാരെ തിരയുന്നത്? ഇനി എന്നെയായിരിക്കും. ജന്മം നൽകിയ അച്ഛനും അമ്മയും ആരാന്ന് തെരഞ്ഞു നടക്കേണ്ട ഒരവസ്ഥ വരുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയിട്ടില്ല ഈശ്വര. ഞാൻ എന്ത് ചെയ്യാന്? എല്ലാവരും എന്നെ അനാഥാന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോ എന്റെ ദേവേട്ടന്റെ അമ്മ പിടയുന്നത് കാണാൻ പറ്റുന്നില്ല. അതിനു വേണ്ടിയെങ്കിലും എനിക്കൊന്ന് കാണിച്ചതാ. എനിക്കറിയാം, ഞാനൊരാള് മാത്രം വിചാരിച്ച കണ്ടുപിടിക്കാൻ കഴിയാവുന്ന അത്രയ്ക്ക് നിസ്സാര കാര്യമല്ല അത്. എവിടെ ചെന്ന് ഞാൻ അന്വേഷിക്കും? ആരോട് ചോദിച്ചാൽ അറിയാൻ പറ്റുക? എനിക്കൊരു വഴി കാണിച്ചതാ ഭഗവാനെ. ഭാര്യയും ഭർത്താവും ഇന്ന് രാത്രി ക്ഷേത്രത്തിൽ തന്നെ കഴിച്ചു കൂട്ടണം. ദേ അവിടെ ദുർഗാദേവിയുടെ സന്നിധിയിലെ വിളക്ക് തെളിയിച്ച് ആ വിളക്കിലെ ദീപം രാത്രി മുഴുവനും അണയാണ്ട് നോക്കുകയും വേണം. വേണമെന്ന് വെച്ചാ ബാക്കിയുള്ളവർക്കൊക്കെ പോവാട്ടോ. രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ കാളരാത്രി ആയേനെ. കുട്ടികളെ തനിച്ചാക്കി ഞങ്ങള് വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാനാ തിരുമേനി? അവരുണർന്നിരുന്നോട്ടെ, ഞങ്ങൾ ഇവിടെ കിടന്നോളാം തിരുമേനി. എന്ത് ഇവിടെയോ? അതിനെന്താ, നിനക്ക് പൂജയും ഉപവാസവും ഒന്നും ഇല്ലാത്തതല്ലേ? ഒരു ദിവസം അമ്പലത്തിൽ കിടന്ന അതിന്റെ എങ്കിലും പുണ്യം കിട്ടും. എനിക്ക് ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. എനിക്ക് വീട്ടിൽ പോയി ഉറങ്ങണം. സൂക്ഷിച്ചോണേ മോളെ. വാ ദേവേട്ടാ, വിളക്ക് കത്തിക്കണ്ടേ? വാ ദേവേട്ടാ. ദേവേട്ടാ, പൂജാരി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? ആ, എല്ലാം ഓർമ്മയുണ്ട്. പക്ഷെ ഇടയ്ക്ക് വെച്ച് നിർത്തിയ കുടുംബത്തിന് അതിന്റെ ദോഷം എന്നുള്ള കാര്യം നീ മറക്കണ്ട വൈദേഹി. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാ ഒരു കൈത്താങ്ങായിട്ട് ദേവേട്ടൻ കൂടെ ഉണ്ടാവല്ലോ. അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. ഞാൻ താങ്ങാൻ വരുമൊന്നുമില്ല.
ദേവേട്ട, എണീറ്റ് വാ. തിരുമേനി പറഞ്ഞത് വീണ്ടും മറന്നോ? ഞാനൊരു കഥ പറയട്ടെ വിളക്കമ്മേ. ആരോരുല്ലാതെ വഴി കിടന്നിരുന്ന എന്നെ എന്റെ അച്ഛന്റെ കയ്യിൽ കിട്ടി. അനാഥയായിരുന്ന എന്നെ എന്റെ അച്ഛൻ വീട്ടിൽ കൊണ്ടുപോയി. ഒത്തിരി സ്നേഹവും വാത്സല്യവും ഒക്കെ തന്ന് ഒരു കഷ്ടപ്പാട് അറിയിക്കാതെ അച്ഛൻ എന്നെ വളർത്തി. ആ അച്ഛനോട് എനിക്കൊരു ജീവിതം തന്നതിന്റെ കൃതജ്ഞത തീർത്ത തീരാവുന്നതാണോ? എന്റെ ജീവൻ ചോദിച്ചാലും ഞാനത് കൊടുക്കാൻ കടപ്പെട്ടവളല്ലേ. അപ്പൊ എനിക്ക് കിട്ടിയ വിലയേറിയൊരു സമ്മാനം അച്ഛന് കൂടുതൽ സന്തോഷം നൽകുന്നുണ്ടെങ്കിൽ ഞാനത് കൊടുക്കണ്ടേ? തരില്ല എന്ന് പറയാൻ എനിക്ക് അവകാശമുണ്ടോ? അത് നന്ദികേടാവില്ലേ? അച്ഛനെ അനുസരിച്ചപ്പോ അത് ഇഷ്ടക്കേടാണെന്ന് സ്വയം അങ്ങ് തീരുമാനിച്ചെന്നെ മാറ്റി നിർത്തുക. എന്നോട് ഇഷ്ടമുള്ളയാൾക്ക് എന്റെ അവസ്ഥ മനസ്സിലാക്കാൻ മനസ്സില്ലാത്തത് എന്താ? നീ തന്നെ പറ വിളക്കമ്മേ. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നിയ എന്നോട് ദേഷ്യപ്പെട്ടോട്ടെ എന്ന് കരുതി ഒരിക്കലും എന്നെ മനസ്സിലാക്കില്ല എന്ന് കരുതിയ അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ വിളക്കമ്മേ? എന്നെ ഒന്നും മനസ്സിലാക്കാൻ പറ വിളക്കമ്മേ. എന്നും ഇങ്ങനെ ദേഷ്യവും പരിഭവവും ഒക്കെ കാണിച്ച് ഒന്നും മിണ്ടാതെ പിണങ്ങി തന്നെ ജീവിച്ചാ മതിയോ? വിളക്കമ്മ തന്നെ ദേവേട്ടനോട് ദയവുണ്ടായി ഒന്ന് പറഞ്ഞു കൊടുക്കണേ എന്നോട് മിണ്ടാൻ. ദേവേട്ട, എന്നെ കഴിഞ്ഞു കേട്ടോ, വിളക്ക് പണഞ്ഞു. ദേവേട്ടാ, ദേവേട്ടാ, ദേവേട്ടനൊരു കാര്യം അറിയോ? എല്ലാ വർഷവും മഹാശിവരാത്രിക്ക് ഞങ്ങളുടെ വീട്ടിൽ ആരും ഉറങ്ങില്ല, വിളക്ക് വെച്ച് പൂജ ചെയ്യും. ആ സമയത്തെല്ലാം ഞാൻ പാട്ട് പാടും. എന്റെ പാട്ട് കേട്ട് എല്ലാവരും ഉറങ്ങാതിരിക്കായിരുന്നു. ഞാനിപ്പോ പാടട്ടെ? പാടാട്ടോ. ഏത് പാട്ടാ പാടാ? സീതാ കല്യാണത്തെ കുറിച്ച് തന്നെ പാടാം. സീതാദേവി ശ്രീരാമനെ സ്വന്തം ജീവനെ പോലെ സ്നേഹിച്ചിരുന്നു. എത്രയോ കഷ്ടതകൾക്ക് ശേഷം സീതാദേവിക്ക് രാമനെ കിട്ടിയത്. രാവണ അപഹരണവും ലങ്കയിലെ ഒറ്റപ്പെട്ട ജീവിതവും എല്ലാം സഹിച്ചതിനു ശേഷം ഒടുവിൽ അയോധ്യയിലെ രാജ്ഞിയായി. അതിനുശേഷമാണ് ശ്രീരാമനുമായി സംഗമിച്ചത്. രണ്ടും മിടുക്കന്മാരായ കുട്ടികളും ഉണ്ടായി. സീതാദേവി ഗർഭിണിയായിരുന്ന സമയത്ത് അയോധ്യയിലെ പ്രജകളെല്ലാം ചേർന്നത് ആഘോഷിച്ചു. എത്രയേറെ കഷ്ടപ്പെട്ടതിനു ശേഷം സീതാദേവിക്ക് പോലും അങ്ങനെ ഒരു സന്തോഷം ലഭിച്ചത്. ദേവിയെ കുറിച്ച് ഞാനൊരു പാട്ട് പാടട്ടെ? പാടാൻ പോവാണേ.
ദേവേട്ടാ, എന്റെ പാട്ടെങ്ങനെയുണ്ടായിരുന്നു? തീരെ മോശം. ഞാൻ ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നില്ല. നേരം വെളുക്കുന്നവരെ കണ്ണും മിഴിച്ചോണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ഇരുന്നോളാം. ഒരുപോലെ കണ്ണു പോലും അടക്കില്ല. മതിയോ നിനക്ക്? ആ? ഇനി അതിന്റെ പേരിലും കൂടെ പാട്ട് പാടി എന്നെ ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലാതിരുന്നാ മതി. ഓ, അല്ലല്ല, എന്റെ പാട്ട് ഇഷ്ടായതുകൊണ്ടല്ലേ. അതിന് ഞാൻ ഇല്ലാന്ന് പറഞ്ഞല്ലോ. ഇഷ്ടപ്പെട്ടു ദേവേട്ടാ. ഇഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ പാടാൻ തുടങ്ങിയപ്പോ തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് എണീറ്റ് പോവില്ലായിരുന്നോ? ഊഫ്. പാട്ട് മൊത്തം കേട്ട് സുഖിച്ചിട്ട് ഇപ്പൊ കൊള്ളില്ലെന്ന് കള്ളം പറയുന്നോ? മനസ്സിനകത്ത് എല്ലാം ഇഷ്ടം, പുറത്തു മാത്രം ഇതുപോലെ ഇല്ല ഇല്ല എന്നും പറഞ്ഞോണ്ടിരുന്നു. ഓ, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. നിന്റെ പാട്ട് ഭയങ്കര നന്നായിരുന്നു. അതിഭീകരം തന്നെയായിരുന്നു. ഗാനഗന്ധർവന്റെ അനീതിയാണല്ലോ. എന്താ പോരെ? ഹാപ്പിയാണല്ലോ. സാഡിസ്റ്റ്.